വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്ന് പറഞ്ഞൊരു ഉത്തമ തലമുറ, ലോകത്തിന് മാതൃക കാണിക്കേണ്ട തലമുറ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയാക്കപ്പെടും. ഏറ്റവും രസം എന്താ അറിയോ? ഒരു സ്ത്രീ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഒരു കള്ളൻ ഇങ്ങനെ കയറിപ്പോവാൻ. ഞാൻ പോകാനായിട്ട് പറഞ്ഞു, ഇത് ഒരു വീട്ടിലേക്ക് ഇത് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓളത്തിന്റെ ശ്രദ്ധയില ഓൻ പോയിട്ട് ഓളോ സ്വർണ്ണാഭരണവും പണമൊക്കെ എടുത്ത് തിരിച്ചൊക്കെ സഞ്ചിയിലാക്കി തിരിച്ചിങ്ങോട്ട് നാത്താത്ത ഞാൻ പോട്ടെ, ഓ നിങ്ങൾ പോയിട്ട് വരി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മനസ്സിലായത് ആരെയും ഇവിടെ വന്ന് ആരെയും ഇവിടെ പോയത് ഷെൽഫ് പോയി സ്വർണ്ണാഭരണം കാണില്ല. കള്ളം കയറിയതോള് കണ്ടിട്ടുണ്ട്, കണ്ണുകൾ ഇറങ്ങിയോ കണ്ട്. സ്വബോധമല്ല, കാരണം ലക്ഷ്മി തുള്ളുന്നത് കാണണ്ടേ, സ്വർഗത്തിലേക്ക് മുതൽക്കൂട്ടല്ലേ. 550 എപ്പിസോഡ് കണ്ടില്ലേ ഈ ഫിർദൗസുൽ അയലയിലെ. അമിന നല്ല പേര്, മാട്ടൂലല്ലേ? അതെ, അനക്ക് സ്വർഗം. കാവ്യമാധവന് നല്ല കണക്ഷൻ ആയിരുന്നു അല്ലേ? നമ്മുടെ കുത്തലിനോ കേട്ടോ. ദേഷ്യം പിടിച്ചു പോവും ഖുർആനും സുന്നത്തും പഠിച്ചോൽക്ക്. അതല്ലാത്തോൽക്ക് എന്തു ആവാം. അതുകൊണ്ട് മാറാൻ സന്നദ്ധരായിക്കൊള്ളി. നല്ലതാ, മാറാൻ സന്നദ്ധരായിക്കൊള്ളി. അള്ളാന്റെ കിതാബില് 580 എപ്പിസോഡ് കണ്ട നിങ്ങളുടെ രേഖ ഉണ്ടാവും. അതുകൊണ്ട് പടച്ചോൻ കാക്കട്ടെ, പടച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിന്മയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, യുവസമൂഹം ഞാൻ പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങ്. ഒരു കുഞ്ഞെങ്ങനെയാ വളരേണ്ടത്? വീട്ടിൽ ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാരോടും, നന്നാകാൻ എന്താ ബാപ്പയും മോന് ചെയ്തു കൊടുത്തത്? നന്നാവാൻ എന്താ മോൾക്കുമ്മയും ബാപ്പയും ചെയ്തു കൊടുത്തത്? കേടുവരുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ, തിന്മ ചെയ്യുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ, ഡൈവേഴ്സിനെ കുറിച്ച് പറയണ്ടല്ലോ. എന്തേ ഇവിടെ നടന്നത്? എന്തേ പെണ്ണുങ്ങളും ആണുങ്ങളും? ആണുങ്ങൾ പിടിപ്പിച്ചു എന്നാണ്. പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല, പെണ്ണുങ്ങൾ തലയെ കയറി മോത്തിങ്ങനെ മാന്തി പൂച്ചനെ പോലെ കീറിയാലും ആണുങ്ങൾക്ക് പ്രശ്നമില്ല. പെണ്ണിന് എന്നെ എല്ലാ നീതിയും ബോധവും. ഞാൻ അവിടെ ചില കാര്യങ്ങൾ ചോദിക്കണം എല്ലാവരോടും. പെണ്ണിനെ എല്ലാ കേടുവരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഏത് പുരുഷനായിട്ട് ഇടപഴകാനുള്ള അവസരം കൊടുത്തു. സ്ത്രീ സമത്വം, ഭയങ്കരമായ ശബ്ദവും ബഹളവും ഒച്ചപ്പാടും കണ്ണുരുട്ടലും ഒക്കെ കണ്ടാല് ഭയങ്കര. അങ്ങനെ ഓളെ എല്ലാ തോന്നിയാസവും പഠിപ്പിച്ചു, ഓളെല്ലാ നന്മയും പഠിപ്പിച്ചു. എന്നാ വെപ്പ് ആണിലെ ലംഘിക്കാൻ, ധിക്കരിക്കാൻ, ഒരു ഭർത്താവിന്റെ സംതൃപ്തിയിലാണ് സ്വർഗമെന്ന പോയിന്റ് വിസ്മരിപ്പിക്കാൻ പലതും പഠിപ്പിച്ചു. അതുകൊണ്ടാ ഭർത്താവിന് തൃപ്തി കൊടുക്കാൻ പെണ്ണിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭവൻസ് സ്കൂളിലെ ടീച്ചർ എറണാകുളം സാൽവേഷന്റെ പവനിയലിൽ ടീച്ചർ ഇങ്ങനെ വന്നു, ഓരോ ബോർഡുകൾ ഇങ്ങനെ വായിച്ചു. ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ആരാണൊരു ഭാര്യ, ആരാണ് യഥാർത്ഥ ഭാര്യ എന്ന ഖുർആനിന്റെ ആയത്തുകൾ അവർ വായിച്ചു, അർത്ഥം വായിച്ചു, ഹദീസുകൾ വായിച്ചു, ചരിത്രം വായിച്ചു. അങ്ങനെ അവർ കൗൺസിലിംഗ് സെന്ററിലേക്ക് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ കയറി വരികയാണ്. ഭാഗ്യത്തിന് ആ കൗൺസിലിംഗ് സെന്ററിൽ ഈ ഉള്ളവരും ഞാൻ ഓർക്കുന്നു വേറെയും 2-3 പ്രബോധകരും അവിടെ ഇരിക്കുന്നിടത്തേക്കാണ് ടീച്ചർ കരഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, ടീച്ചറേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഇവിടെ എന്തെങ്കിലും ഒരു മോശമായ പെരുമാറ്റമുണ്ടായോ? ആരെങ്കിലും നിങ്ങളോട് അനാവശ്യമായി വർത്തിച്ചുവോ? എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഈ മുജാഹിദുകളുടെ പവനിയലിൽ നിങ്ങൾക്കുണ്ടായോ? ടീച്ചർ പറഞ്ഞു, ഇല്ല, പവനിയലിലെ ദാമ്പത്യത്തെക്കുറിച്ച് എഴുതിയ ബോർഡ് വായിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ ഭവൻസ് സ്കൂളിലെ നല്ലൊരു ടീച്ചറാണ്, എനിക്ക് അംഗീകാരമുണ്ട്, അവാർഡുകളുണ്ട്. പക്ഷേ എനിക്കൊരു നല്ല അമ്മയാകാൻ കഴിഞ്ഞില്ല, എനിക്കൊരു നല്ല ഭാര്യയാകാൻ കഴിഞ്ഞില്ല, എനിക്കൊരു നല്ല മരുമളാകാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് സാരി ഉടുത്ത് ഒരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ച് ഞാൻ 7 മണിക്ക് തുടങ്ങുന്ന സ്കൂളിലേക്ക് പോകും. എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത ഓർമ്മകൾ എനിക്കില്ല, എന്റെ മക്കളെ ഒരുക്കിയ ഓർമ്മകൾ എനിക്കില്ല, അതുപോലെ എന്റെ ഭർത്താവിനെ സ്വീകരിച്ച ഓർമ്മകൾ എനിക്കില്ല. എന്റെ ഭർത്താവിന് എന്നേക്കാൾ കൂടുതൽ സൗകര്യം ചെയ്യുന്ന വീട്ടിലെ വേലക്കാരിയാണ്. അവളാണ് അലക്കുന്നത്, അവളാണ് അയൺ ചെയ്യുന്നത്, അവളാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അവളാണ് ഡൈനിങ് ടേബിളിൽ അണിയിച്ചൊരുക്കുന്നത്.
അവളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് എന്റെ ഭർത്താവിനെ ശരിക്കും സന്തോഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്റെ വിദ്യാഭ്യാസവും എന്റെ പഠനവും ഒരു നല്ല ഭാര്യയാകുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചു, ഒരു നല്ല മരുമകളാകുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചു. എനിക്ക് ശമ്പളമുണ്ടായിരുന്നു, അതിന്റെ അധികാര ലഹരിയിലായിരുന്നു ഞാൻ. എനിക്ക് ഡിഗ്രി കൂടുതലുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ തോന്നിയാസം പറഞ്ഞ് മൂലക്കരുത്തി, പക്ഷേ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഭവൻസ് സ്കൂളിലെ ടീച്ചറുടെ വാക്കുകൾ. മനുഷ്യരെ, നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. ആലോചിക്കാൻ, ചിന്തിക്കാൻ അല്ലേ? 25 കൊല്ലമൊക്കെ ഭാര്യയായി അഭിനയിച്ച നിങ്ങളുടെ നാട്ടുകാരി കാവ്യാമാധവന് സ്വന്തം ഭർത്താവിന്റെ കൂടെ യഥാർത്ഥമായ ജീവിതം കുവൈത്തിൽ 2 മാസം നിർവഹിക്കാൻ കഴിഞ്ഞോ? എന്തേ കഴിയാതെ പോയത്? ചുവന്നു തൊടുത്ത സുന്ദരിയായ പെണ്ണിന്റെ കൂടെ എന്തേ ആ പുരുഷന് പല്ലും വിചാരിക്കൂലേ ഓളെ ഭാര്യയായി കിട്ടിയ തരക്കേടില്ല? എന്നിട്ടും എന്റെ 2 മാസം കൊണ്ട് ഭർത്താവിന് ഇങ്ങനത്തെ ഒരു നാട്ടുസുന്ദരിയെ 2 മാസം കൊണ്ട് പുരയിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നത്? കയ്യിലിരിപ്പ് കൊണ്ട്. സൗന്ദര്യത്തിലല്ല ദാമ്പത്യം, സമ്പത്തിലല്ല ദാമ്പത്യം, മനസ്സിന്റെ പൊരുത്തത്തിലാണ്. പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ രക്ഷന്തിസ്തുവരേ പുത്ര നസ്രീ സ്വാതന്ത്ര്യമർഹിതി എന്നതിന്റെ സിദ്ധാന്തം പഠിച്ചില്ല, ലോകം പഠിച്ചില്ല, ലോകറിഞ്ഞില്ല. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 21-ാമത്തെ വചനമാണ്. എന്താ ഇതിന്റെ അർത്ഥം? പെണ്ണുങ്ങൾ ശരിക്ക് പഠിച്ചോളി. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ഭർത്താവ് ഭാര്യയിലേക്ക് സമാധാനമടയാൻ, ഭർത്താവിന്റെ സമാധാനത്തിന്റെ കേന്ദ്രം ഭാര്യയാണ്, ആശ്വാസത്തിന്റെ കേന്ദ്രം ഭാര്യയാണ്, സ്വാന്തനത്തിന്റെ കേന്ദ്രം ഭാര്യയാണ്. ഭാര്യ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങൾക്കിടയിൽ ഇഷ്കുണ്ടാകണം, പ്രേമമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം. അതുണ്ടായോ? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രമാണ്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 187-ാമത്തെ വചനം. അതുണ്ടായോ? അതുണ്ടായില്ലല്ലേ? ഈ അടുത്തല്ലേ ഒരു സിനിമാ നടനും മന്ത്രിപദത്തിലിരുന്നവരും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പിരിഞ്ഞ് ചിരിച്ച് സന്തോഷത്തിൽ പിരിഞ്ഞ് അല്ലേ, പൊട്ടിച്ചിരിച്ച് യാമിനി പുറത്തു വന്നത് അല്ലേ? എന്തേ കാരണോ? സിനിമ അഭിനയിച്ചു. ഞാന് അദ്ദേഹം പിരിഞ്ഞ ദിവസം ഓർത്ത കാഴ്ചപ്പാടത്. എത്ര നല്ല ഭർത്താവായ അയാൾ അഭിനയിച്ചിട്ടുണ്ടാവൂല്ലേ? ഇല്ലേ? എത്ര നല്ല പിതാവായി അയാൾ അഭിനയിച്ചിട്ടുണ്ടാവും. അഭിനയം മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഏറ്റവും നല്ല അഭിനയത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവൻ മുനാഫിക്കുകളിൽ ഏറ്റവും ടോപ്പാണ്. എന്താ നമ്മൾ സാധാരണ പറയുക അതോളം അഭിനയാന്ന്. അപ്പൊ ഭർത്താവിന്റെ മുന്നിൽ ഒരു കേസ് ഉണ്ടായിട്ടോള് പൊട്ടിക്കരഞ്ഞ് ഭർത്താവ് പറയണേ ഇപ്പാ അതോൾ അഭിനയ എന്നതിന്റെ അർത്ഥം എന്താ? അഭിനയം കാപട്ടിയാണ്. അപ്പൊ ഏറ്റവും നാഷണൽ അവാർഡ് കിട്ടിയവനാണ് ഏറ്റവും വലിയ കപടൻ. അതെന്താ? നിങ്ങൾ ആരും വിചാരിക്കണ്ട. അപ്പോ മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയതിന്റെ അർത്ഥം എന്താ? മമ്മൂട്ടി ഏറ്റവും വലിയ കപടനാണ്. അതെന്താ അങ്ങനെ? വിഷമിക്കണ്ട, ഞാൻ മൂപ്പര് ഇരുത്തി പ്രസംഗിച്ചതാ. ഞാൻ മൂപ്പരെന്റെ മെമ്പറിന്റെ ചോട്ടിൽ ഇരുത്തി എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്താ കാരണോ? അതായത് ഞാനല്ലാത്തൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാം. ഞാനതല്ല, ഞാനൊരിക്കലും പെണ്ണിനെ മോഹിക്കാത്ത ഒരുത്തനേ അല്ല. പെണ്ണിനെ മോഹിക്കാത്ത ഒരു മഹാപരിശുദ്ധനായിട്ട് ഞാൻ അഭിനയിക്കാൻ തന്നെ മുനാഫിക്കല്ലേ? അതിനല്ലേ മുനാഫിക്കുന്നറിയാ? നോക്ക്, ജോൺ ബ്രിട്ടാസ് മോഹൻലാലിനോട് ചോദിക്കുകയാണ്, 1000-ഓളം സ്ത്രീകളുമായി ഇങ്ങക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു. മോഹൻലാൽ പറയുന്നത് ആരാ പറഞ്ഞ്? എനിക്ക് 1500 ആൾ കഴിച്ചുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? നല്ലൊരു ഭർത്താവായി ചമഞ്ഞ് അഭിനയിക്കുന്ന ഒരുത്തൻ ഓനതല്ല ഓന്റെ സ്വകാര്യ ജീവിതത്തില്. അല്ലേ? MG ശ്രീകുമാറിനോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, ഗൾഫ് പോയാല് ബ്ലാങ്കറ്റ് പുതക്കാറുണ്ടോ? ബ്ലാങ്കറ്റ് മീൻസ് എന്ന് പറഞ്ഞാല് ലബനാനി പെണ്ണുങ്ങളായിട്ട് കിടക്കാറുണ്ടോന്ന്.
അവ ഞാൻ മദ്യപിക്കലുണ്ട്, ഞാൻ ബ്ലാങ്കറ്റ് പുതുക്കലുണ്ട്. എന്നാ കേരളത്തിൽ അറിയപ്പെട്ട ഗായകനല്ലേ? ആണ് അല്ലേ? ബർട്ടൺ റസൽ, ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ. എന്തുണ്ടായത്? സ്വന്തം ശിഷ്യം പെണ്ണിട്ടി, എന്നിട്ട് ആ പെണ്ണിനെ മൂപ്പര് 3 കൊല്ലം ഉപയോഗിച്ച്, എന്നിട്ട് ആ പെണ്ണിനെ തെരുവിലേക്ക് ഇറക്കി വിട്ട് വിവിയൻ ഐവുഡിനെ. അല്ലേ? ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ മിനിങ്ങലുണ്ടോ? കവിതയ്ക്ക് മുമ്പാണോ ശേഷാണോ? ചിലപ്പോ കവിതയ്ക്ക് മുമ്പ്, ചിലപ്പോ കവിത എഴുതി കഴിഞ്ഞതിന് ശേഷം. ഇതാ സാമൂഹ്യ നായകന്മാരുടെ പിക്ചർ കേരളത്തിലെ ഒരാ നാടിനെ നയിക്കണത്. നാട് നന്നാവോ? നാട് നന്നാവോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എല്ലാരോടും പൊതുവായൊരു ചോദ്യം ചോദിക്കാം. പാട്ട് കേട്ടിട്ട് കള്ളുകുടി നിർത്തി ഒരാളെ പേര് പറയാമോ? ലോകത്തിന്റെ തുടക്കം മുതൽ ലോകത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ, അതായത് ലോകം മനുഷ്യാരംഭം മുതൽ ഇന്ന് വരെ ഒരു പാട്ട് കേട്ടിട്ട് നന്നായ മനുഷ്യനെ, സംഗീതം കേട്ടിട്ട് സീരിയലൊക്കെ ഉള്ള പാട്ടുണ്ടല്ലോ, അത് കേട്ടിട്ട് നന്നായ ഒരു മനുഷ്യനെ, ഒരാളെ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും? യേശുദാസിന്റെ ഗാനം കേട്ട് കള്ളുകൂടി നിർത്തി ഒരു മനുഷ്യനെ ഹാജരാക്കാൻ പറ്റും? പങ്കജുദാസിന്റെ ഗസൽ കേട്ടിട്ട് മാതാപിതാക്കളോട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയ മാതാപിതാക്കളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു മകനെ അവതരിപ്പിക്കാൻ പറ്റും? ഇല്ല. സംഗീതവും സിനിമയും മനുഷ്യനെ നന്നാക്കിയിട്ടില്ല. യേശുദാസ് അതുകൊണ്ടാ പറഞ്ഞ്, എന്ത്? എന്റെ പാട്ട് ലോകത്തിനൊരു നന്മയും നൽകിയിട്ടില്ല, ഞാൻ വനവാസത്തിന് പോവുകയാണ്, സംഗീതം കൊണ്ടൊന്നും ലോകം നന്നാവില്ല. ഇനി നിങ്ങൾ വേറൊന്നുകൂടി ചിന്തിക്കണം. സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ മുസ്ലിങ്ങളിൽ പാടുന്ന കൊല്ലത്തുകാരനൊക്കെ ഷാഫി എന്നൊക്കെ പറഞ്ഞ് എന്താ അവസ്ഥ? ഭാര്യയായിട്ട് എന്നും പിണക്കാ. എന്തിനാ പിണക്ക്? 16-15 വയസ്സുള്ള പെൺകുട്ടികൾ 5 മിനിറ്റ് കൂടുമ്പോ ഷാഫിന്റെ മൊബൈലിലേക്ക് വിളിക്കും, കൊഞ്ചും. 16 വയസ്സുള്ള പെണ്ണ് കൊഞ്ചാത്താണുണ്ടോ ഭൂമിയിൽ? പ്രത്യേകിച്ച് സംഗീത മേഖലയിൽ. ഓനൊന്നും ദാമ്പത്യല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലായിക്കൂടി. നമ്മൾ വിചാരിക്കും എന്റെ ഭാര്യയായാ നന്നായിരുന്നു. പോയി മോളെ എന്റെ കാര്യോ. സംഗീതം സിനിമാ ലോകത്തൊക്കെ ഉള്ള എന്റെ ഭാര്യയായ അതോടുകൂടി കട്ടയും പടവും മടങ്ങി, എനിക്കുള്ള ജീവിതവും ഇല്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നതല്ല. കേരളത്തിന്റെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് ഏതാ അറിയുന്നത്? സിനിമാ നടീനടന്മാരുടെ ഡൈവേഴ്സ്, സാഹിത്യകാരന്മാർക്കിടയിലെ ഡൈവേഴ്സ്. ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആത്മഹത്യ ചെയ്ത മഹാസാഹിത്യകാരന്മാർ കേരളത്തിന്റെ മണ്ണിൽ. അതുകൊണ്ട് മതത്തിനല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല. അത് ഞാൻ നിങ്ങളോട് തീർത്തു പറയണം. മതത്തിനല്ലാതെ, പടച്ചറബിന്റെ കിതാബിനല്ലാതെ, ഇസ്ലാമിനല്ലാതെ മനുഷ്യനെ സമഗ്രമായി നന്നാക്കാൻ കഴിയില്ല. അതിലേക്ക് മുസ്ലിം ഉമ്മത്ത് മടങ്ങിപ്പോണം. അപ്പൊ മദ്യപാനം നിങ്ങൾ ആലോചിച്ചു. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അന്തി ഉറങ്ങിയില്ല. ഒരു രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വലത്തോട്ട് ഇടത്തോട്ടും മാറി മാറി അദ്ദേഹം കിടന്നു. ഉറങ്ങാനേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. ആ മദ്യപാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ മാസ് പെറ്റീഷൻ കൊടുത്തു. അയാൾ എന്നും കള്ളുകുടിച്ചു വരും, എന്നും കള്ളുകുടിച്ചു വന്ന് അയാൾ അവിടൊക്കെ പ്രശ്നം ഉണ്ടാക്കും. മാസ് പെറ്റീഷൻ പോയപ്പോ അയാളെ ജയിലടച്ചു. അന്ന് ഇമാം അബൂ ഹനീഫ മാത്രം ഉറങ്ങിയില്ല. കള്ളുകുടിയന്റെ ഭാര്യ ഉറങ്ങി, മാതാപിതാക്കൾ ഉറങ്ങി, മക്കൾ ഉറങ്ങി, നാട്ടുകാരെ ജന്തുവിന്റെ ശല്യം തീർന്നില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു ഉറങ്ങി. പക്ഷെ ഇമാം അബൂ ഹനീഫ ഉറങ്ങിയില്ല. ഒരു മുഅ്മിനിന്റെ മനസ്സ് അങ്ങനെ ഇരിക്കണം. എന്ത് ഇമാം അബൂ ഹനീഫ ഉറങ്ങാത്തത്? കള്ളുകുടിയനായ ഈ മനുഷ്യൻ ജയിലിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ സുബൈ നിസ്കരിച്ച് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജയിൽ സൂപ്രണ്ടിനെ ചെന്ന് കണ്ടു. എന്നോട് പറഞ്ഞു, എന്റെ ജാമ്യത്തിൽ നിങ്ങൾ അവനെ വിടണം, ഞാനവനെ നന്നാക്കിക്കോളാം, നിങ്ങൾ അവനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. കീർത്തി കേട്ട കേൾവി കേട്ട മഹാപണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കൂടെ ആ മദ്യപാനിയെ ജയിൽ സൂപ്രണ്ട് തുറന്നുവിട്ടു. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അവന്റെ ഷോൾഡറിൽ കൈവച്ച് ചോദിച്ചു, എടാ നിനക്കറിയോ, നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നിന്റെ ജീവന്റെ ജീവനായ നിന്റെ മക്കൾ ഇന്നലെ ഉറങ്ങി, നിന്റെ ഭാര്യ ഉറങ്ങി, നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഉറങ്ങി, നിന്നെ കൊണ്ടുള്ള ശല്യത്തിന് രക്ഷപ്പെട്ടവർ സന്തോഷിച്ചു. പക്ഷെ ഞാൻ ചിന്തിച്ചത്, നീ ഇങ്ങനെ ഒരുത്തനാവുകയും നിന്നെ എല്ലാവരും വെറുക്കുകയും നീ മദ്യപാനം നിർത്തിയില്ലല്ലോ, നിന്നെ ഉപദേശിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഓർമ്മകൾ എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് നീ മദ്യപാനം നിർത്തണം. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഏറ്റവും നല്ല ശിഷ്യനായി ഈ മദ്യപാനി മാറിയെന്ന ചരിത്രം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മദ്യപാനിന്റെ വീട്ടിൽ പോയവനെ ഉപദേശിക്കാൻ ഞാൻ പോവില്ലാറെ, ഞാൻ അങ്ങോട്ട് പോവില്ലാറെ. അവനെ മാറ്റാൻ ആരാ പോണ്ടത്? നമ്മളല്ലേ?
പൊന്നാനിയിലാണ് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത്. കോട്ടക്കലിലും തിരൂരിലും ഒക്കെ അതുണ്ട്. കണ്ണൂർ ജില്ലകളിലുണ്ട്. നല്ല ഐക്യ കള്ളുഷാപ്പിന്റെ മുമ്പിൽ കുഞ്ഞമ്മതുണ്ട്, കുഞ്ഞിക്കണ്ണനുണ്ട്, കുഞ്ഞനന്ദനും ഉണ്ട്. മൂന്നാളുണ്ട് നല്ല ഐക്യ. സിനിമാ തിയേറ്ററിലും 3 വിഭാഗമുണ്ട്, കള്ളിഷാപ്പിലുണ്ട്, വേശ്യാലയത്തിലുണ്ട്. ഭയങ്കര സൗഹാർദ്ദം. എന്തൊരു മത സൗഹാർദ്ദം, എന്തൊരു മഹാസൗഹാർദ്ദം. തിന്മക്കൊക്കെ വമ്പിച്ച സൗഹാർദ്ദം. ഇതൊക്കെ മാറണമെങ്കിലേ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം മാറൂല. ഇനി ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഒന്നുകൂടെ റിട്ടേൺ ചെയ്തേ. സ്വന്തം വീട്ടില്, എന്റെ വീട്ടിൽ എന്റെ മക്കൾ കേടുവരുന്ന സംവിധാനമാണോ ഞാൻ ഏർപ്പെടുത്തിയത്? ചാനല്, സിനിമ, സംഗീതം. എന്റെ 7 വയസ്സുള്ള മോക്ക് ഇത്ര വലിപ്പത്തിലുള്ള മൊബൈല് ഒക്കെയാണോ കൊടുത്ത്? എന്നാ എന്റെ മോള് കേട്. നേരെ മറിച്ച് എന്റെ വീട്ടിൽ നിങ്ങൾ കയറി വരുമ്പോ ഖുർആനുണ്ട്, ഹദീസുണ്ട്, CD കേസറ്റുകളുണ്ട്, നല്ല ഇസ്ലാമിക പുസ്തകങ്ങളുണ്ട്. എവിടെ നോക്കിയാലും ഇസ്ലാം പഠിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. നല്ല വേഷവിധാനുണ്ട്, നിസ്കരിക്കലുണ്ട്, നിസ്കരിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട് എന്നൊക്കെയാണ് എന്റെ വീട്ടിലെങ്കിലോ. ഇനി എന്റെ മക്കൾ ജനിച്ചു, അങ്ങനെ വിചാരിച്ചോ നിങ്ങൾ. എന്റെ മോള് സുമയ്യ ജനിച്ചു. അവള് കാണുന്ന എന്നെ ബാപ്പിച്ച് നിസ്കരിക്കണാണെങ്കിലോ, ഉമ്മച്ചി നിസ്കരിക്കണാണെങ്കിലോ, ഉമ്മച്ചി കുളിച്ച് ശുദ്ധിയായി 28 ശേഷം കുഞ്ഞിക്കണ്ണ് ഉറങ്ങി തൊട്ടിൽ നെണീക്കുമ്പോ ഉമ്മ തൊട്ടടുത്ത് നിസ്കരിക്കണാണെങ്കിലോ, ആ കുട്ടിയുടെ മനസ്സിൽ ഉമ്മാന്റെ പിക്ചർ എന്താ? നേരെ മറിച്ച് ചെറിയ കുട്ടി 2 വയസ്സായി ഇങ്ങനെ വരുമ്പോ ബാപ്പ ഗൾഫിലാണ്, ഉമ്മാന്റെ കൂടെ ഏതോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കിടക്കുന്ന കാഴ്ചയാണ് മകള് കാണുന്നെങ്കിലോ. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? കണ്ണൂർ ജില്ലയിൽ പിടിച്ചിട്ടില്ലേ? അല്ലേ? എന്ന അവസ്ഥ ഇവിടെ അവസാനിച്ചു പോയിട്ടില്ലേ? ഇല്ലേ? ഉണ്ടായിട്ടുണ്ടില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടില്ലേ? നേരെ മറിച്ച് വീട്ടിലെങ്ങനെ ബാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തിലാ കഴിയണത്, നാ മക്കള് നന്നാവും. ബാപ്പയും ഉമ്മയും നല്ല ബഹുമാനത്തിലാ കഴിയണത്, നാ നന്നാവും. ബാപ്പയും ഉമ്മയും നിസ്കരിച്ചു കഴിഞ്ഞ് ഖുർആൻ ഓതുന്നാ കാണുന്നത്, നാ നന്നാവും. ബാപ്പയും ഉമ്മയും നിസ്കരിച്ചിരുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കാണുന്നത്, ഇന്നാ നന്നാവും. മക്കളുടെ കൂടെ 2 വയസ്സാവുമ്പോൾ അവര് നടക്കുമെന്ന് തന്നെ കൈപിടിച്ച് തൊട്ടടുത്ത പള്ളിയിൽ ബാപ്പ മോനെ കൊണ്ടുപോവുകയാണെങ്കിലോ ആ മകൻ നന്നാവും. മോനെ ഓരോ ചിട്ടയിൽ ശ്രദ്ധിക്കുകയാണെങ്കിലോ ആ മകൻ നന്നാവും. 2 വയസ്സാകുമെന്ന് തന്നെ ഒതുവെടുപ്പിച്ച് രാത്രി കിടക്കുന്ന ദിക്റുകൾ ചെല്ലിച്ച് സ്വന്തം മക്കളോട് 2.5 വയസ്സായ മോളെ ഉറങ്ങാൻ നേരം മോളെ പറ ബിസ്മിക്കല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അല്ലാഹുമ്മ അല്ലാഹുമ്മ അഹയ്യ അഹയ്യ വഅമൂത് വഅമൂത്. അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു നോക്ക്. ആ കുട്ടി കേടരൂല, ആ കുട്ടി കേടുവരില്ല. അതിന് ആർക്കവിടെ നേരം ഉമ്മയിപ്പയും മുന്നിൽ നിന്ന് TV കാണുക, ബാക്കില് മക്കള്. അപ്പൊ ഒരു പെണ്ണ് ഉടുതുണിന്ന് ഡാൻസാ കാണുന്നത്. അപ്പൊ ഉളുപ്പ് കുറച്ചുള്ള ബാപ്പ ഒന്ന് വെറുതെ പുറകോട്ട് നോക്കിയ അപ്പൊ 10 വയസ്സുള്ള ചെക്കെ ബാപ്പ നല്ല പീസില്ലേ എന്ന് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഒരു സമൂഹത്തോട് വാർത്തെടുത്തിട്ടില്ലേ? അതുകൊണ്ട് മാട്ടൂല മുസ്ലിങ്ങളോട് പരലോകബോധം ഉണ്ടെങ്കിൽ എന്ന് ചെന്ന് ചാനൽ കട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ പള്ളി പ്രസിഡന്റിന്റെ വീട്ടിലാണ് ഏറ്റവും വലിയ ചാനല്, 89 ചാനൽ അവിടെ 89 എണ്ണം കിട്ടുന്നുണ്ട് സ്റ്റേഷൻ ചാനൽ മാറുമ്പോ അല്ലേ? ഉസ്താദേ വലിയ തങ്ങളെ ഞങ്ങളെ നാട്ടില് മൂപ്പരെ വീട്ടില് 8 കുടണ്ട് ഉസ്താദേ. ഉണ്ണിക്കുന്നൊരു കുട വേണം, ഉമ്മ കൊടുക്കാൻ കുട വേണം, ജോസ് കുട. അതെങ്ങനെയാ? 2 ആക്ക് നിൽക്കാം. മറ്റേതല്ല, ലോകത്തിലെ മുഴുവൻ തോന്നിയാസവും ഒക്കെ അടുക്കളയിൽ. ഒരു തോന്നിയാസവും വീട്ടിന്റെ ഉള്ളിലെത്താതെ പോകില്ല. സകല തോന്നിയാസവും വീടിന്റെ ഉള്ളിലെത്തും അല്ലേ? ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ടിവിയിലെ ഏറ്റവും വലിയ പ്രോഗ്രാമുകളിൽ എന്താ? ഐഡിയ സ്റ്റാർ സിംഗർക്ക് ഒരു മമ്പിച്ച സംഭവമല്ലേ? എന്താ അത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ മാട്ടൂൽ ടൗണിൽ ഒരു ഭാര്യയും ഭർത്താവും ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ ഓനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഇല്ലേ? ഞാൻ മമ്മൂട്ടിനോട് ചോദിച്ചിട്ടുണ്ട്, സുൽഫത്ത് താത്ത നിങ്ങളും കൂടി എറണാകുളം വൈറ്റിലയിൽ ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഷൂട്ടിങ്ങിലല്ലാതെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആളുകൾ. അപ്പൊ ഈ അഭിനയവും ഈ ഡാൻസും മാനവ ജീവിതത്തിൽ ഒരു ഉപകാരമുള്ള സംഗതിയാണോ? ആണിനെയും പെണ്ണിനെയും ജീവിതത്തിൽ വിലപ്പെട്ട സമയം മനുഷ്യൻ കളയല്ലേ? അല്ലേ? എന്ത് നൽകുന്നു ഇത്? അസ്വസ്ഥതയല്ലാതെ ഇത് എന്ത് നൽകുന്നു? ഇതൊന്നും നൽകുന്നില്ല മനുഷ്യനെ. അതുകൊണ്ട് തിരിച്ചു വരി. അല്ല
അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായ ശരീരം നന്നായി, അത് കേടുവന്ന ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയ. ആ ഹൃദയം നന്നാക്കാൻ എന്താ പണി? ആ ഹൃദയം നന്നാക്കാൻ ഖുർആൻ പഠിക്കണം, സുന്നത്ത് പഠിക്കണം, മരണാനന്തര ജീവിതം പഠിക്കണം, എന്താ ദാമ്പത്യം എന്ന് പഠിക്കണം, എന്താ മക്കളെന്ന് പഠിക്കണം. അങ്ങനൊന്ന് മക്കളെ പഠിപ്പിച്ചു നോക്കി. ഞാനൊക്കെ ജനിച്ചു വീണകാലം, ചെറുപ്പകാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ അല്ലാഹു സവിശേഷമായ അനുഗ്രഹമായി തന്നു എന്ന് ഞാൻ വിചാരിക്കുക. ഒരു തലയാണ വെച്ച് അതിലേക്ക് എന്നെ ചാരി കിടത്തി. എനിക്ക് 2 വയസ്സുള്ള എന്റെ ഓർമ്മകളിലുള്ള എന്റെ അപ്പ ഖുർആൻ ഓതുന്ന ഞാൻ കണ്ട്. എനിക്ക് ജനിച്ചപ്പോ തന്നെ മുജാഹിദ് എന്ന പേര് വെച്ച് എന്റെ അപ്പ ഖുതുബിയത്ത് വായിക്കൂല, നിങ്ങൾക്കറിയാം. മൊയ്തീമാല വായിക്കൂല. എന്റെ അപ്പ ഞാൻ കാണുന്നത്, ഞാൻ ജനിച്ചു വീണത് മുതൽ എന്റെ അപ്പയും ഖുർആൻ ഓതുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ഉദ്ധരിക്കാൻ എനിക്ക് കഴിയുന്നത്. ആയത്ത് നമ്പറും അധ്യായ നമ്പറും പറയാൻ എനിക്ക് കഴിഞ്ഞത് എന്റെ അപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നാണ്. ഞാൻ എവിടെ ഓതിയാലും ബാക്കി എന്റെ അപ്പ ഓതും. ഞാൻ എവിടെ ഓതിയാലും അതിന്റെ ബാക്കി എന്റെ അപ്പ ഓതും. എനിക്ക് എവിടെങ്കിലും ഒരു തെറ്റ് പറ്റി അതിന്റെ വാപ്പ തിരുത്തും. അതുകൊണ്ടാ നന്നായത്. നേരെ മറിച്ച് ശരി വരുന്ന നമ്മുടെ മക്കൾ എന്താവും? നമ്മൾ അവർക്ക് എന്താ ചെയ്തു കൊടുത്തത്? നമ്മൾ ഖുർആൻ ഓതുന്ന മക്കൾ കണ്ടത്, നമ്മൾ ഹദീസ് ഓതുന്ന മക്കൾ കണ്ടത്, നമ്മൾ പഠിക്കുന്ന മക്കൾ കണ്ടത്, മക്കളൊന്നാവും. ബാപ്പയുമേയും സിനിമ കാണുന്ന കണ്ടത്, ബാപ്പയുമേയും എന്ന് ഷണ്ട കൂടുന്ന കണ്ടത്. ഞാൻ കുട്ടി എങ്ങനെയാവും? ഞാൻ ഖത്തറിൽ MES സ്കൂളിൽ ഒരു വർഷം ജോലി ചെയ്തിരുന്നു. കുറെ മുമ്പ് 1998 കാലത്ത്, കുറച്ച് ഒരുപാടായി. അപ്പൊ MES സ്കൂളിന്റെ കോണിപ്പടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നിടത്ത് ഒരു ചെറിയ ചെക്കൻ, ചെറിയ കുട്ടി, യൂണിഫോം ഒക്കെ ധരിച്ച് അവനിങ്ങനെ താടി കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ സങ്കടത്തോടെ. ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? പറയാം, അങ്കിൾ എനിക്ക് ടെൻഷനാ അങ്കിള്. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ ടെൻഷൻ? അങ്കിൾ എന്റെ അപ്പ ഓഫീസ് കഴിഞ്ഞ് എന്നെ ഇപ്പൊ കൂട്ടാൻ വരും, ഞാൻ വെയിറ്റ് ചെയ്യാൻ. എപ്പോ ഓഫീസിൽ എന്നെയും കൊണ്ട് ഇപ്പൊ പോയാലും ഉമ്മയായിട്ട് എന്നും അടിയണമെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ആരാ പറയണത്? 5 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു പൈതലാ പറയുന്നത്. എങ്ങനെ ഉണ്ടാവും? ഇങ്ങോട്ട് 1 പറഞ്ഞാൽ അങ്ങോട്ട് 2 ചാടും, ഇങ്ങോട്ട് 4 പറഞ്ഞാൽ അങ്ങോട്ട് 10 പറയും. മാത്രമല്ലല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം അന്യപുരുഷൻ വീട്ടിക്കുമ്പോ കട്ടൻ ചായ കൊടുക്കാനാ. ഭർത്താവ് ഉച്ച എന്തൊന്ന് ഇറങ്ങിപ്പോയാൽ നന്നായി, മറ്റവന്റെ ഫോൺ കോൾ കാത്തിക്കുകയാണ് ഇവള്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടോ നിങ്ങള്? ഒരു നാട്ടിലെ കളവ് കടന്നു. ആ കളവ് കടന്നപ്പോ ആ സമയത്ത് ഫോൺ കോൾ പോയ എല്ലാ ഫോൺ കോളുകളും പോലീസുകാർ കളക്ട് ചെയ്തു. ഒരുപാട് സ്ത്രീകളുടെ ഫോൺ കോള് മനസ്സിലായി. ആ ഫോൺ കോൾ ഇങ്ങനെ പോയി പരിശോധിച്ചപ്പോ ഒരുപാട് സ്ത്രീകൾ രാത്രി പല പുരുഷന്മാർക്കും വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്നവർ കാല് പിടിച്ചു, ഞങ്ങളുടെ ജീവിതം തകർക്കരുത്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അറിയിക്കരുത് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്തവരോട് പടച്ചോനെ പേടിക്കുക, പടച്ചോനെ സൂക്ഷിക്കുക, പടച്ചവനിലേക്ക് മടങ്ങിപ്പോകുമെന്ന ബോധം ഉണ്ടാവുക. ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും അങ്ങനെയാണ്. മയക്കുമരുന്നുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാർവത്രികമായ തിന്മകൾ ഉണ്ടാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മദ്യം നിങ്ങൾക്ക് ഹറാമാണ്, ചൂതാട്ടം നിങ്ങൾക്ക് ഹറാമാണ്, ലോട്ടറി നിങ്ങൾക്ക് ഹറാമാണ്, പലിശ കൊടുക്കലും വാങ്ങലും നിങ്ങൾക്ക് ഹറാമാണ്, സ്ത്രീധനം നിങ്ങൾക്ക് ഹറാമാണ്, ദൂർത്തിന്റെ കല്യാണം നിങ്ങൾക്ക് ഹറാമാണ്. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ കൃത്യമായ ദീനീ ബോധത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ഞാൻ പറയുന്നു. മഹല്ലുകൾ അതിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. വീട് വിടാന്തരം മഹല്ലിലെ പ്രസിഡന്റും കാലിയാരും കയറിയിറങ്ങണം. എന്നിട്ട് ചോദിക്കണം, ആമിനക്കുട്ടി ഈ വീട്ടിലെ അവസ്ഥ എന്താ? എന്റെ മക്കളൊക്കെ നിസ്കരിക്കണുണ്ടോ? ചാനലുകളൊക്കെ ഇവിടെ ഉണ്ടോ? അരങ്ങ് തകർക്കണുണ്ടോ? എന്റെ കുട്ടിക്ക് തോന്നിയാസുണ്ടോ? എന്റെ 13 വയസ്സുള്ള കുട്ടിക്ക് ഈ മൊബൈൽ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. 16-ാം വയസ്സ് കല്യാണം നടത്തുന്ന വൻഭാവമായി ചിത്രീകരിച്ചവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. 18 വയസ്സായാലേ കല്യാണം കഴിക്കാവൂ നിർബന്ധിക്കുന്നവരോട് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ? പാർലമെന്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമമുണ്ടാക്കാൻ 18 വയസ്സുവരെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് എന്ന് നിയമം വെക്കാൻ ധൈര്യമുണ്ടോ? 18 വയസ്സാകുന്നതുവരെ ഒരു പെൺകുട്ടിയും മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ ഹൈക്കോടതിക്ക് സാധിക്കുമോ? അതൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്.
16 വയസ്സുള്ള ഒരു കുട്ടിയുടെ നല്ലൊരു കുടുംബത്തിൽ ഒരാണ് വന്നിട്ട് ഒരു പെൺകുട്ടിനെ കല്യാണം ആലോചിച്ചാൽ ഏത് അമ്മയും ഏത് അച്ഛനും കെട്ടിച്ചു കൊടുക്കാൻ തോന്നും. അത് ഹലാലല്ലേ? നേരിട്ട് ഇവിടുത്തെ കോടതി പറയുന്നത് എന്താ? ഒരു പെണ്ണൊരു ഭർത്താവായിട്ട് വ്യഭിചരിച്ചു, എന്നിട്ട് അവർക്ക് വിവാഹം കഴിക്കുന്നത് അതിന് നിയമ സാധുത ഉണ്ട്. നിയമത്തിലും ശരിക്ക് കല്യാണം കഴിച്ച 16 ആയാലോ അങ്ങനെ ഞങ്ങൾ ജയിലിൽ പിടിച്ചാക്കും. എല്ലാം വട്ടന്മാരും പൊട്ടന്മാരും അല്ലേ നാടും നഗരവും കോടതിയൊക്കെ ഭരിക്കണത്. എന്ത് ചെയ്യും? 25 വയസ്സായാലേ പെണ്ണിനെ കെട്ടിക്കാവുന്നതാണ് ശ്രീദേവി. അപ്പൊ മനുസ്മൃതി അനുസരിച്ച് 61 വയസ്സുള്ള യുവാവ് കെട്ടേണ്ടിയത്. 61 വയസ്സുള്ള യുവാവ് 25 വയസ്സുള്ള പെണ്ണിനെ കെട്ടുക, നല്ല പോലുണ്ടാവും കേരളത്തിൽ. അപ്പൊ അയാൾക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് 25 ആയോ, ഇയാൾക്ക് എത്ര വയസ്സാവും? 86 വയസ്സ്. അയാൾ ജീവിച്ചിരിക്കും ദുനിയാവിൽ? അറിവില്ല എന്നുള്ള അറിവില്ല. ഞെളിയന്നെ സാഹിത്യവും കലയും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായി പടച്ചോനെ ശരിക്കറിയാം. റബ്ബിലേക്ക് നമ്മൾ കൈനീട്ടുക, പടച്ചോനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പടച്ചോനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. ദർഗകളിൽ നിന്നും പൂജകളിൽ നിന്നും ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും കുഫ്രിയത്തുകളിൽ നിന്നും ഈ സമൂഹം മോചിതാവുക. അമ്പിയാക്കൾ നടന്നു നീങ്ങിയ പാതയുണ്ടല്ലോ, ആ പാത കൃത്യമായി സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്താ? അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി ഈദാ. എന്താ ഇതിന്റെ അർത്ഥം? യുവാക്കളെ പാട്ടൂലെ ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തുജ്അൽ ഖബരി ഈദാ, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ അല്ലാ, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ അല്ലാ. ശരിക്കും റസൂല് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ലോകത്തെ ഏറ്റവും വലിയ ഉറൂസ് ഇന്റെ കബറിടത്തിൽ നടക്കണേന്നല്ലേ. നബി സമസ്തക്കാരനാണെങ്കിൽ നബി വഹാബിയായിരുന്നു. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അല്ലാ, ഇന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ അല്ലാ. വേറൊരു പ്രാർത്ഥന കേട്ടോ, അല്ലാഹുമ്മ ലാ തുജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാ, എന്റെ കബർ ആരാധിക്കപ്പെടുന്ന ബിംബാകല്ലേ. അപ്പൊ കബറാളിയോടുള്ള പ്രാർത്ഥന ബിംബാരാധനയാണ്, കബറാളിയോടുള്ള സഹായം തട്ടം ബിംബാരാധനയാണ്. കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും ദർഗ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ മാന്യമായി നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ ഏത് നബിയാണ് അതിന് മുമ്പ് കഴിഞ്ഞു പോയൊരു നബിയുടെ കബർ കെട്ടി ഉയർത്തിയത്? എന്നിട്ട് അവിടെ പൂജാകർമ്മങ്ങൾ നടത്തിയത്, അവിടെ മുട്ടും വിളിയും നടത്തിയത്, അവിടെ നേർച്ചയും വഴിപാടും നടത്തിയത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ അമ്പിയാക്കളുടെ കറാമത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചര്യ പഠിപ്പിച്ചിട്ടുണ്ടോ? സന്താനങ്ങളില്ലാത്ത ദുഃഖം ഏതെങ്കിലും ഒരു നബി അല്ലല്ലാത്ത ഒരു പടപ്പിനോട് കാര്യകാരണ ബന്ധത്തിന്റെ അതീതമായി അഭൗതികമായി ചോദിച്ചിട്ടുണ്ടോ? കുട്ടികളെ കിട്ടാൻ ഇബ്രാഹിം നബി മരിച്ചുപോയ നോഹ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ടോ? ആദം അലൈഹിസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാം അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട്, മരിച്ച പ്രവാചകനോട് തേടിയിട്ടുണ്ടോ? ഇലാഹാണെന്ന് വിശ്വസിക്കാതെ, ഖാലിഖാണെന്ന് വിശ്വസിക്കാതെ ഇല്ല. അങ്ങനെ ഒരു ചര്യ ഖുർആനിലില്ല. രോഗം വന്നാൽ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അല്ലാഹുവിനോടാണ്. മൊയ്തീശേഹേ ശിഫിയാക്കണേന്നല്ല, അല്ലാഹുവേ ശിഫിയാക്കണേ. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അങ്ങനെയാ. 21-ാമത്തെ 83-ാമത്തെ വചനം. ആ പ്രവാചകന്മാരുടെ പാതയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, ഹറാമുകളിൽ നമ്മൾ രക്ഷപ്പെടുക. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഗൗരവമായി ഓർക്കുക. നരകത്തിന്റെ കവാടങ്ങൾ കടന്നു പോകുന്നതിനെ നമ്മൾ ഭയപ്പെടുക. അക്രമികളായ ആളുകൾ പരലോകത്ത് കൈകടിക്കുന്ന ഒരു ദിവസം അവർക്ക് വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ഒരു ദിവസം അവർക്ക് വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അക്രമികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകൂടാം. നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ നല്ലതിലേക്ക് നമ്മൾ വിളിച്ചു കൊണ്ടുപോകണം. നല്ല നല്ല ക്ലാസുകൾ സംഘടിപ്പിക്കണം. ഓരോ മാസവും ഓരോ സബ്ജക്റ്റുകളിൽ നമ്മുടെ യുവാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് നല്ല തർബിയത്തും തസ്കിയത്തും കൊടുക്കണം. മക്കളെ, മരിച്ചു പോകുമെന്നും കൂട്ടുകാരനെ നോക്കാത്ത, ചങ്ങാതിയെ തിരിഞ്ഞു നോക്കാത്ത ഒരു ലോകാണത്. ആ ലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം. എല്ലാ അധർമ്മങ്ങൾക്കെതിരെയും ശബ്ദിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ മുന്നിട്ട് നിൽക്കണം.
ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതുണ്ടാവും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതുണ്ടാവും. ആരോഗ്യത്തിന്റെ അവസ്ഥാവിശേഷങ്ങളെ പരിഗണിച്ച് ഞാൻ എന്റെ പ്രസംഗത്തെ ഇവിടെ ചുരുക്കി അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സുഹൃത്തുക്കളെ, കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ പോരാ, അത് ജീവിതത്തിൽ പകർത്തുമെന്ന് ഉറപ്പെടുത്തു തീരുമാനമെടുത്ത് നമ്മൾ ഇവിടുന്ന് കടന്നു പോകണം. ഇന്ന് മാട്ടൂലുകാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ സംഗതി 18 വയസ്സാകാത്ത പെൺകുട്ടികളിൽ നിന്നും ആൺകുട്ടികളിൽ നിന്നും മൊബൈൽ വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. എന്താണ് അതുകൊണ്ടുള്ള കാര്യം? 13 വയസ്സുള്ള ചെക്കന് എന്തിനാണ് മൊബൈൽ? ഓനെ എന്ത് അന്താരാഷ്ട്ര കാര്യമാണ് അവിടെ ചെയ്യുന്നത്? ഓനെ എന്തിനാ ഇത്ര കോണ്ടാക്ട്? എന്തിനാ ഇത്ര വലിയ ബന്ധം? എന്തിനാ ഇത്ര വലിയ ഇടപാട്? എന്തിനാ ഇത്ര വലിയ റീചാർജ്? എന്താ ഊനി ചെയ്യാനുള്ളത് ഇവിടെ? അതുകൊണ്ട് ഒന്നാമതായി 18 വയസ്സായ ആകുന്നതുവരെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങൾ മൊബൈൽ ഇന്ന് തിരിച്ചു വാങ്ങുക. അതിനിത്തിരി ധൈര്യം വേണം, അതിനിത്തിരി ധൈര്യം വേണം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ഇത് കൊടുത്തത് ബാപ്പയല്ലേ? 9ാം ക്ലാസ് പാസ്സായ ആൾക്ക് ഞാൻ വലിയൊരു മൊബൈൽ വാങ്ങി തരുന്ന ബാപ്പ പറഞ്ഞു. മോനെ, ഇന്റർനെറ്റിലെ എല്ലാ തോന്നിയാസവും 10ാം ക്ലാസ് ഈ പാസ്സായ ആൾക്ക് ഞാൻ ചെയ്തു. അങ്ങനെയല്ലേ പറയുന്നേ? അല്ലേ? നാവുകൊണ്ട് അങ്ങനെ പറയണില്ലെങ്കിൽ ചെയ്തു കൊടുക്കണ കർമ്മൊക്കെ അതല്ലേ? അല്ലേ? അവിടെ അല്ലേ എത്തുന്നത്? അതുകൊണ്ട് മക്കളോട് പറയാൻ കഴിയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, മോളെ, അന്റെ അപ്പ അന്നെ ഈ ദുനിയാവിൽ കൺട്രോൾ ചെയ്യണത് മറ്റു പെൺകുട്ടികളൊക്കെ ചെത്തിപ്പൊളിക്കണ പോലെ ചെത്തിപ്പൊളിക്കാൻ എനിക്ക് അവസരം തരാത്തത് എന്റെ മോക്ക് ആഖിറത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പിന്നെ ചെയ്യേണ്ടത് ഈ ചാനൽ കട്ട് ചെയ്യാണ്. സാധിക്കും. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൈവക്കിയോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചാനല്. ഏറിയ 10-15 ആളെ വീട്ടിലുണ്ടാവില്ല, ബാക്കി എല്ലാ മുജാഹിദിന്റെയും വീട്ടിലുണ്ടാവും. അല്ലേ? കാൽമക്കാലെടുത്ത് വെച്ച് നന്നായിട്ട് കാണുന്നുണ്ടാവും രാവും പകലും. ആയിക്കോളി. പക്ഷെ ഒന്നുണ്ട്, ദുനിയാവിന്റെ എല്ലാ കെട്ടുപാടുകളും അവസാനിച്ച് കാരുണ്യവാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം ഭയാനകരമായിരിക്കും, ഭയചകിതമായിരിക്കും. അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. അന്ന് വേദനിക്കും, അന്ന് കരയും, അന്ന് ദുഃഖിക്കും. 60 കൊല്ലം പാഴായിപ്പോയതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കും, നെഞ്ചത്തടിക്കും. ഏത് മനുഷ്യനും പടച്ചോന്റെ മുമ്പിൽ എത്തുമ്പോ അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അക്രമി കൈകടിക്കും. എന്നിട്ട് ഓൻ പറയും, യാ വൈലതാ യാ വൈലതാ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീലാ. പടച്ചോനെ, ഞാൻ എന്നാലെന്ന കൂട്ടുകാരനൊക്കെ പിടിച്ചിട്ടാണല്ലോ റബ്ബേ എനിക്ക് ഈ ഗതികേട് പറ്റിയത് എന്ന ആളുകൾ വിലപിക്കുന്ന ഒരു ദിവസം വരാറുണ്ട്. അതില്ലാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേട്ടത് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മാതൃകയാകുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്കിന് വേണ്ടി പടപൊരുതുന്ന യുവാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് വലിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഈമാനിക ചൈതന്യം ഉൾക്കൊണ്ട് ഏറ്റവും നല്ല മരണം ഭരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.